അത് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മൾക്ക് കോൺഫിഡൻറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കോൺഫിഡൻറ്റ് അതിങ്ങനെ ചെയ്താൽ ശരിയാവോ, അതിങ്ങനെ ചെയ്താൽ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞാനിന്നൊരു മൂവി ഇങ്ങനെ കാണാമെന്നുള്ളൊരു മൂഡിലല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു മൂവി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ആമസോൺ പ്രൈമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ലൊരു മൂവിയല്ല, അത് സീരീസാണ്. മേഡ് ഇൻ ഇന്ത്യ ടൈറ്റാൻ വാച്ചസിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ കഥ എന്ന് വെച്ചാൽ ടാറ്റയുടെ ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററി. ടാറ്റ എങ്ങനെയാണ് ഒരു വാച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ടൈറ്റാൻ എന്ന വാച്ചിലേക്ക് എങ്ങനെ ആൾക്ക് ഐഡിയ വന്നു. അപ്പോൾ കഥ നല്ല രസത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല പടമാണ്, നല്ല മൂവിയാണ്. പക്ഷേ മൂവി കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സീരീസ് കാണുമ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ, നമ്മൾ ജനിച്ചിട്ട് നമ്മളെന്താ ചെയ്യുന്നത്. പല 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 ആളുകൾ വന്ന് ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അവരുടെ കയ്യൊപ്പുണ്ടോ ഈ ലോകത്ത്. അവരുണ്ടാക്കി വെച്ചൊരു കയ്യൊപ്പുണ്ട്. നമ്മൾക്കൊന്നും ഒരു കയ്യൊപ്പ്, എന്ത് കയ്യൊപ്പുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളും എന്തെങ്കിലും ആയിട്ട് ഈ ലോകത്തിന് സംഭാവന ചെയ്യണം. അത് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മൾക്ക് കോൺഫിഡൻറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കോൺഫിഡൻറ്റ് അതിങ്ങനെ ചെയ്താൽ ശരിയാവോ, എന്താണ് ആൾക്കാർ എന്ത് വിചാരിക്കും, പല പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നാണം, ഇതൊക്കെയാണ് നമ്മൾ ബാക്കിലോട്ട് വലിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തെ ഭാഗം കൂടി കാണട്ടെ. എപ്പിസോഡ് 2 1 ഫിനിഷാക്കി, ഇനി എപ്പിസോഡ് 2 കാണട്ടെ. ഇതിൻ്റെ കഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കഥ കുറേ ഉണ്ട് കേട്ടോ. കഥ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ടാറ്റ ഓണറിൻ്റെ ഒരു സ്റ്റാഫിൽ കൂടിയാണ് ഈ ടൈറ്റാൻ വാച്ചിൻ്റെ ഉത്ഭവം. അപ്പോൾ എന്തായാലും കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. ഇത് ജസ്റ്റ് എൻ്റെ ഒരു വക ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ.